ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ ഗുരുജി. ഇന്ന് ഞാൻ വ്യക്തമാക്കുന്നത് ഒരു അനുഭവ കഥയാണ്. എൻ്റെ കരിയറിൽ 20 വർഷമായി എന്നെ പിന്തുടരുന്ന ഒരു ക്ലയൻ്റാണ് സുനിത ചൗഹാൻ എന്ന വ്യക്തി. അവർ ബ്രിട്ടനിലാണ്. അവർക്ക് 3 ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത്. പാരമ്പര്യമായി കൈവശം വെച്ചിരുന്ന ഹോട്ടൽ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചു. ഒട്ടനവധി പ്രശ്നങ്ങൾ ആ ഹോട്ടലുകളിൽ ഉണ്ടായി. അങ്ങനെ സുനിത ചൗഹാൻ ഒരു 4-5 മാസം കൊണ്ട് ഭൂമിയോളം താഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ബിസിനസ്സിൽ എല്ലായിടത്തും പരാജയം, ശത്രുദോഷങ്ങൾ കാരണമാണ് അതുണ്ടായത്. അങ്ങനെയാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനെ ഞാൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, നക്ഷത്രം എല്ലാം വെച്ചിട്ട് ജാതകപരമായിട്ടും അതല്ലാതെ അഞ്ജനം എഴുതിയും എല്ലാം കാര്യങ്ങൾ നോക്കിയ സമയത്ത് അവർക്ക് ശത്രുദോഷവും ദുർമന്ത്രവാദത്തിൻ്റെ ഫലമായിട്ടുള്ള ആഭിചാര ദോഷങ്ങളും ഉള്ളതായിട്ട് കണ്ടു. അങ്ങനെ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തു. ആഭിചാരത്തിൻ്റെയും ദുർമാന്ത്രത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും എല്ലാം ദോഷങ്ങൾ മാറ്റി അവർക്ക് രാജസൂയം എന്നുള്ള ഒരു കർമ്മം ചെയ്തു. രാജസൂയം എന്നത് നമ്മൾ ഭൂമിയോളം താണു നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കർമ്മമാണ് രാജസൂയം. അതിന് നീണ്ട 21 ദിവസത്തെ പൂജകൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ ശത്രുദോഷങ്ങൾ, മറ്റ് ദോഷങ്ങൾ, ഉദാഹരണത്തിന് കുലദൈവകോപം അല്ലെ പരദേവതാകോപം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, പോക്കുവരവിൻ്റെ പ്രശ്നങ്ങൾ, ആരൂഢ സംബന്ധമായ പ്രശ്നങ്ങൾ, ലഗ്നാധിപന് സംഭവിക്കാവുന്ന ജാതക ദോഷങ്ങൾ, നക്ഷത്രദോഷങ്ങൾ, ദശാപഹാര സന്ധികൾ, ദശാപഹാര ദോഷങ്ങൾ, അപഹാരകാലങ്ങളിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, മറ്റു ഗ്രഹങ്ങൾക്കുള്ള ദൃഷ്ടി, ശനിയുടെ അപഹാരകാലങ്ങൾ, കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി തുടങ്ങിയ ശനികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദോഷകരമായിട്ട് ഭവിക്കും. നമുക്ക് നല്ല സമയമാണെങ്കിൽ യാതൊരുവിധ അലട്ടലുകളും പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കില്ല. അതല്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ദോഷങ്ങളെല്ലാം തന്നെ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ. ആ ദൈവാനുഗ്രഹം ഇല്ലാത്ത ഒരു സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ, ദോഷങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പം അത്തരം ദോഷങ്ങൾ നമുക്കുണ്ടാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചുണ്ടാവുന്ന, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാം മാറ്റി നല്ല രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു പാത സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 21 ദിവസത്തെ കർമ്മത്തിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് സുനിത വീണ്ടും ഹോട്ടൽ ആരംഭിച്ചു. ഒരു ഹോട്ടലാണ് തുടങ്ങിയത്. ആ ഹോട്ടൽ ശൃംഖല ഇന്ന് 12ഓളം ഹോട്ടലുകളുമായിട്ട് വളരെ വിജയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലെത്തി നിൽക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് എൻ്റെ മൂർത്തിയുടെ ശക്തിയും അനുഗ്രഹങ്ങളും കൊണ്ടാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. നീണ്ട 20 വർഷക്കാലയളവായി സുനിത നിരന്തരം എന്നെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ എന്നെ സമീപിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമിയോളം താണ അവരെ ആ സ്ഥിതിയിൽ നിന്ന് പൊന്തിച്ചു കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഒരു ശക്തിയാക്കി മാറ്റിയതിന് രാജസൂയം എന്ന കർമ്മത്തിന് അതിയായ പ്രസക്തിയുണ്ട്. ഈ പ്രസക്തി തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ ഈ ആഭിചാരങ്ങളുടെയും കൂടോത്രത്തിൻ്റെയും സവിശേഷതകളും അനുഗ്രഹങ്ങളും മൂർത്തികളുടെ, ഉപാസനാമൂർത്തികളുടെ ചൈതന്യവും അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം നമുക്ക് തകർച്ചയുടെ കാര്യങ്ങൾ ശത്രുദോഷങ്ങളാലും ആഭിചാര ദോഷങ്ങളാലും ദുർമന്ത്രവാദത്തിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് എനർജിയുടേതായാലും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന് ആ സമയത്ത് നമുക്കൊരു
ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതിൻ്റെ അത്യാവശ്യകതയാണ് ഞാനിപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരം ഒട്ടനവധി കർമ്മങ്ങൾ ജ്യോതിഷത്തിലുണ്ട്. ആ ജ്യോതിഷവും കൂടോത്രവും എല്ലാം തന്നെ നമ്മളുടെ ഉന്നമനത്തിനും നമ്മളുടെ ഉയർച്ചയിലേക്കുമുള്ള പാതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. മറ്റൊരാളുടെ തകർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരെ ദുർവഹിപ്പിക്കാനോ അവരെ നശിപ്പിക്കാനോ ഒന്നും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കരുത്. അത് വിശ്വാസമുള്ളവൻ്റെ അടുത്ത് മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ പറയുക. അതല്ലാതെ അവിശ്വാസിയായ ഒരാളെയോ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളെയാണ് അവിശ്വാസി എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ പരിഹാസത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സമീപിക്കാതിരിക്കുക. പൂർണ്ണമായിട്ടും ജ്യോതിശാസ്ത്രത്തെയും ദൈവത്തിൻ്റെയും ഉപാസനാമൂർത്തികളെയും ഒക്കെ വിശ്വസിക്കുന്ന ആൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാം തന്നെ മുന്നോട്ട് വരേണ്ടത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴിയും മുമ്പിലില്ലെങ്കിൽ മാത്രം സമീപിക്കേണ്ടുന്ന ഒന്നാണ് ജ്യോതിഷം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എവിടെ പോയിട്ടും നിങ്ങൾക്ക് രക്ഷയില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം സമീപിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.